ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഡേ 3 വ്ളോഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടെന്ന്. കാരണം ഞാൻ പോയി അടുത്ത ദിവസം പരിപാടി, പിന്നെ വീണ്ടും അടുത്ത ദിവസം രാവിലെ അങ്ങനെ ഭയങ്കര പാക്ഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു പട്ടാമ്പിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അവരെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞാനിത് അങ്ങനെ രാവിലെ ട്രെയിനിന് കയറാൻ വേണ്ടി ഓട്ടോയിലൊക്കെ പോയി ഇങ്ങനെ ട്രെയിൻ കാത്തിരിക്കുകയാണ്. രാവിലെ എത്രയോ 7 മണിക്കോ 8 മണിക്കായിരുന്നു ട്രെയിന്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. പതുക്കെ ട്രെയിൻ വന്നു. കുറേ കാലത്തിന് ശേഷം ട്രെയിനിൽ പോയപ്പോൾ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകാൻ. കാരണം വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ, അപ്പോൾ നല്ലതായിരുന്നു. നമ്മളൊരു 1:30 ആകുമ്പോൾ അവിടെ എത്തി. ഇത് നമ്മൾ പട്ടാമ്പിയിൽ എത്തിയിട്ടുള്ള വീഡിയോ കേട്ടോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, മുത്തശ്ശനൊക്കെ പുറത്തായിരുന്നു. പിന്നെ അമ്മമ്മയും മണിക്കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ അമ്മമ്മേനെ ഫസ്റ്റ് സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. എന്നെ മണിക്കുട്ടി ഓൾറെഡി വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എനിക്കറിയാം. അപ്പോൾ നമുക്ക് കാണാം. ഈ ഒരു ബ്രഷ് പെൻസിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ഇതുവരെ ഞാൻ പേപ്പറിൽ ട്രൈ ആക്കി നോക്കിയിട്ടേ ഇല്ല. ബ്രഷ് പെൻസ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പട്ടാമ്പി എത്തി. സോ കൂടി വരാനുണ്ട്. എന്നാലാണ് ഇന്ന് അമ്മമ്മേനെ ഓൾറെഡി കണ്ടു. നമ്മൾ സർപ്രൈസിലേക്ക് ഇവരാരും അത്ര ഒരു എക്സ്പ്രഷൻ ഇട്ട് തന്നില്ല എനിക്ക്. ലൈക്ക് വന്നോ നീ അങ്ങനെ ഞാൻ ചോദിച്ചില്ല. ലൈക്ക് ഓവർ എക്സ്പ്രഷൻസ് ഒന്നും അവർക്കില്ല. എന്താ പറയാ, അവർക്ക് ഒന്നുമില്ല. ലൈക്ക് ഒരു സന്തോഷിക്കുകയും ചെയ്തു. സന്തോഷമൊക്കെ ഉള്ളിലേ ഉള്ളൂ. അതാണ് സന്തോഷമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതങ്ങനെ ഓരോരുത്തരും ഓരോ പോലെയാണല്ലോ അല്ലേ. അപ്പോൾ അവരെപ്പോഴും അങ്ങനെയാണ്. ഉള്ളിൽ അവർക്ക് ഭയങ്കര സന്തോഷമായെന്ന് എനിക്കറിയാം. കാരണം മുഖത്തുണ്ടെന്ന് അല്ലേ. അതെ, പക്ഷെ അവര് പുറത്ത് കളിക്കില്ല. ഇനി മുത്തശ്ശൻ ഇതിലും ഉള്ളിൽ അടക്കി പിടിക്കുന്ന ആളാണ്. അപ്പോ ചീത്ത വിളിക്കാതിരുന്ന ആദ്യം അത് പിന്നെ കാണിക്കില്ല. ഇവരിങ്ങനെയാണ് ഇവരിങ്ങനെ കാണിക്കില്ല. ഓവർ ഫീലിങ്സ് ഒന്നും കാണിക്കില്ല. യെസ്, അവര് വേണ്ടതേ കാണിക്കുള്ളൂ. അവരത്രയും എന്തായാലാണ് ഒന്നും കുറച്ചും കൂടി എന്തെങ്കിലും കാണിക്കും. അതെ, നമുക്ക് നോക്കാം. അപ്പൊ മുത്തശ്ശൻ അത്രയും ഇതാവോ അതോ കുറച്ച് ഇതാവോ അല്ലെങ്കിൽ ആവില്ലേ, നമുക്ക് നോക്കാം. അമ്മാവൻ തന്നെ ഇവളോ അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ അത് വെച്ചാൽ അവളോ ഇവളെന്താ ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓ ശ്രീകുട്ടി വന്നോ അങ്ങനെയാണ് ഉള്ളില് ഉദ്ദേശിച്ചത്. ശ്രീകുട്ടിക്ക് ലീവ് കിട്ടില്ല എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു 5 ദിവസത്തെ വരെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു ഓക്കെ സർപ്രൈസ് കൊടുക്കാം എന്ന്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മുത്തശ്ശന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, കുറച്ച് ഇരുട്ടാണ്, പക്ഷെ അവർ വന്നു ഗൈസ്. നമുക്ക് വീട്ടിൽ കൊടുക്കാം. Six and a half hours later. സോ ഇന്ന് നമ്മളുടെ ഡേ 4, ഡേ 3 ആണ്. ഡേ 3 നമ്മളുടെ സക്സസ്ഫുള്ളി എൻഡ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഭയങ്കര ടയർഡാണ്. ഭയങ്കര ടയർഡാണ്. എല്ലാ ദിവസവും ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് പകുതി വീടിനെ എടുക്കാൻ പറ്റും. എന്തായാലും നല്ലതായിരുന്നു. സോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. കാരണം നാളെയും ട്രാവൽ ചെയ്യണം. അത് കഴിഞ്ഞ് അതിൻ്റെ പെരുന്നാൾ ട്രാവൽ ചെയ്യണം. അത് കഴിഞ്ഞു ട്രാവലിങ്. സോ നാളെ അപ്പം നമുക്ക് ട്രെയിനുണ്ട്.
നാളെ അപ്പം നേരത്തെ എണീക്കണം. ഇന്നത്തെ പരിപാടി തീർന്നു. ഇന്നവ മണിക്കുട്ടിയൊക്കെ തിരിച്ചു പോയി. മണിക്കുട്ടിയും മാമയും കൂടിയിട്ട് പോയി. നമ്മൾ നാളെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ പെട്ടി പാക്ക് ചെയ്യണം. ഫിനിഷ്. സോ നാളത്തെ പരിപാടി നമുക്ക് നാളെ കാണാം. അറിയില്ല എന്താ ഉണ്ടാവാൻ. സോ എന്തായാലും നമുക്കിപ്പോൾ പോയി കടന്നിറങ്ങാം. കാരണം ഓൾറെഡി ടൈം 11 ആയിട്ടുണ്ട്. നാളെ രാവിലെ എണീക്കാനുള്ള എനർജി എനിക്ക് വേണം. കാരണം ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് 6:50 ഒക്കെ ആയപ്പോൾ എണീറ്റുണ്ട്. അപ്പോൾ ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഭയങ്കര ടയർഡാണ്. എനിക്ക് കാലൊക്കെ വേദനിച്ചിട്ട്. സോ ഇന്നത്തെ ദിവസം നമ്മളിവിടെ സക്സസ്ഫുള്ളി എൻഡ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്. സോ നാളത്തെ പരിപാടിയായിട്ട് വരാം. ബൈ, ഗുഡ് നൈറ്റ്.